ഡബിൾ ഹെഡർ മാച്ച് വരുന്ന ദിവസം ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അത് ഇന്നലെയും കാണാൻ വേണ്ടി പറ്റി. ഫസ്റ്റ് മാച്ച് ഭയങ്കര ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റും ഉള്ള മാച്ച് തന്നെയാണ് PBKS വേഴ്സസ് RCB. കാരണം ആ മാച്ചിൽ ഓൾമോസ്റ്റ് ഡിസൈഡ് ചെയ്യാൻ സാധ്യതയുള്ളതായിരുന്നു. അതായത് ആരായിരിക്കും ക്വാളിഫൈ ആവാൻ പോകുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബിന്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി അല്ല, കാരണം പഞ്ചാബിന് ഇനിയും കളിയുണ്ട്, അല്ലെങ്കിൽ ജയിക്കണം എന്നുണ്ട്, പോയിന്റ്സിൽ താഴെയാണ്. പക്ഷേ 4ാം സ്ഥാനത്തുള്ള പഞ്ചാബിന്റെ കൂടെ ഇപ്പൊ 1ാം സ്ഥാനത്ത് ഓൾറെഡി ഉള്ള RCB ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം RCBക്ക് ഈ ഒരു മാച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉറപ്പാണ് പ്ലേ ഓഫിലേക്ക് എന്നുള്ളത് സംഭവം ഉണ്ടായിരുന്നു മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ. അവർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഡിസേർവിംഗ് ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേ ആയിരുന്നു ഇന്നലത്തെ മാച്ചിൽ ഉണ്ടായിരുന്നത്. ഗംഭീര കളി എന്ന് വെച്ചാൽ രണ്ടുപേരും മരിച്ചു കളിച്ചു എന്ന് പറയാം. അതായത് RCB ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും ഗംഭീര പ്ലേ ആയിരുന്നു. ഫസ്റ്റ് ബാറ്റ് ചെയ്ത RCB 222 റൺസ് 4 വിക്കറ്റിന് എടുത്ത സമയത്ത് ടോപ്പ് സ്കോറായിട്ട് വെങ്കടേഷ് അയ്യരും വിരാട് കോഹ്ലിയും അതുപോലെ ദേവദത്ത് പടിക്കലും ഉണ്ടായിരുന്നു. അതിൽ വെങ്കടേഷ് അയ്യറിന് ശരിക്ക് അടുത്തൊന്നും എനിക്ക് തോന്നുന്നു ആ ഒരു ടോപ്പ് പൊസിഷനിലോട്ട് ബാറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ആ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഔട്ടായ സമയത്ത് വെങ്കടേഷ് അയ്യറിനെ ഇറക്കി. കാരണം ദേവദത്ത് പടിക്കൽ നമുക്കറിയാലോ എല്ലാ മാച്ചിലും കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ്. അപ്പൊ അത് ഇന്നലെയും കാണാൻ വേണ്ടി പറ്റി. വെങ്കടേഷ് അയ്യറിന്റെ ഒരു ഗംഭീര നോക്ക് ഉണ്ടായിരുന്നു, അതും നോട്ട് ഔട്ട്. 40 ബോളിൽ 73 റൺസ്. അതുപോലെ തന്നെ നമ്മുടെ കിങ് കോഹ്ലി 37 ബോളിൽ 58 റൺസ്. അവസാനത്തോട്ട് വന്ന് ടിം ഡേവിഡും ഗംഭീര അടിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റിയത്. ചേസിങ്ങിന് ഇറങ്ങിയ പഞ്ചാബിന് കുറച്ചൊന്ന് ഫ്ലോപ്പ് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റില് ടോപ്പ് ഓർഡേഴ്സിലുള്ള ബാറ്റ്സ്മാൻമാർ അധികം തിളങ്ങിയില്ല. അതിലാകെ കോഹ്ലി മാത്രമാണ് കുറച്ചു നേരം പിടിച്ചത്. പക്ഷേ എൻഡിലോട്ട് നമ്മുടെ മാർക്കസ് സ്റ്റോയിനിസും അതുപോലെ ശശാങ്ക് സിംഗും രണ്ടുപേരും കളിച്ചൊരു നോക്ക് ഉണ്ടല്ലോ, ആ ഒരു നോക്ക് ഓൾമോസ്റ്റ് കളി ജയിപ്പിക്കുന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിയ സമയത്താണ് സ്റ്റോയിനിസിന്റെ വിക്കറ്റ് പോകുന്നതും പിന്നീട് അങ്ങോട്ട് കളി കയ്യിൽ നിന്ന് പോകുന്നതും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ചേസ് ഇന്നലെ ഓൺ ആയിരുന്നേനെ ആൻഡ് പഞ്ചാബ് ഈസി ആയിട്ട് ജയിക്കാനും സാധ്യതയുള്ള ഒരു മാച്ച് ആയിരുന്നു. ആ സമയത്ത് RCBയുടെ ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും വന്നൊരു ഇംപ്രൂവ്മെന്റ് കൊണ്ടാണ് ശരിക്കും ഇന്നലെ പഞ്ചാബിന് ജയിക്കാൻ പറ്റാണ്ടിരുന്നത്. എന്തായാലും അവസാനം വരെ ആ ഒരു ത്രില്ലർ മോഡ് പിടിച്ചിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു ഇന്നത്തെ. മാച്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നത്തെയും പോലെ ബദൽ തന്നെയാണ് ഫസ്റ്റ് ഔട്ട് ആയത്. ബദൽ ഇപ്പം എനിക്ക് തോന്നിക്കണ ഒരു ഭയങ്കര ഇമ്പാക്ട് ഉള്ള ബാറ്റ്സ്മാൻ ആണെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സീസണിൽ അത്ര വലിയൊരു ഇമ്പാക്ട് ഒന്നും ബദലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. വിരാട് കോഹ്ലി പ്ലസ് ദേവദത്ത് പടിക്കൽ തന്നെയായിരുന്നു ആ ഒരു രീതിയിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് വിക്കറ്റ് പോയതിനു ശേഷം ഏകദേശം 97 റൺസ് വരെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. 97 ആയപ്പോഴാണ് ദേവദത്ത് പടിക്കൽ ഔട്ട്. 25 ബോളിൽ 43 റൺസാണ് ദേവദത്ത് പടിക്കൽ എടുത്തത്. 4 4ഉം 3 6 ഉണ്ടായിരുന്നു. ഏകദേശം 150 മേലെയായിരുന്നു സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷവും നമ്മുടെ കിങ് കോഹ്ലിയും വെങ്കടേഷ് അയ്യറും തമ്മിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കോർ 157 റൺസ് വരെ പോയി. അവിടെയാണ് 3ാമത്തെ വിക്കറ്റ് പോകുന്നത്. നമ്മുടെ കിങ് കോഹ്ലി 37 ബോളിൽ 58 റൺസാണ് എടുത്തത്. 4 4ഉം 3 6 ആണ് ആൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ആ ഒരു 222 റൺസ് വരെ നമ്മുടെ ടിം ഡേവിഡും വെങ്കടേഷ് അയ്യരും കൂടി കശക്കെറിയായിരുന്നു വേണം പറയാം ബൗളേഴ്സിനെ. 6ഉം 4ഉം നിറഞ്ഞിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു ശരിക്കും അങ്ങോട്ട്. പിന്നീട് ലാസ്റ്റ് ബോളിലാണ് 12 ബോളിൽ 28 റൺസ് അടിച്ചിട്ട് വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ടിം ഡേവിഡ് ഔട്ട് ആവുന്നത്. 2 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ സ്ട്രൈക്ക് റേറ്റ് തന്നെ 233 ആയിരുന്നു. ശരിക്കും ഇന്നലെ RCBക്ക് വേണ്ടിയിട്ട് അത്രയും ഇമ്പാക്ട് ആയിട്ട് ബാറ്റ് ചെയ്ത ആളായിരുന്നു ശരിക്കും വെങ്കടേഷ് അയ്യർ. കാരണം ഈ ഒരു ചാൻസ് കിട്ടുകയാണ് ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ആ ഒരു ചാൻസിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടല്ലേ 40 ബോളിൽ 73 റൺസാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 8 4ഉം 4 6 ഉണ്ടായിരുന്നു. 182 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. പഞ്ചാബിന്റെ ബൗളിംഗ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും 10 മേലെ എക്കണോമി ഉണ്ടായിരുന്നു. അതിൽ യുസ്വേന്ദ്ര ചാഹൽ 3 ഓവറിൽ 42 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്ത സമയം ഹർഷദീപ് സിംഗ് 4 ഓവറിൽ 43 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചഹൽ എടുത്ത വിക്കറ്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റും പൊന്നും വിലയുള്ള വിക്കറ്റാണ്. കാരണം അത് കിങ് കോഹ്ലിയുടെ ആയിരുന്നു. ബൗളിംഗിൽ 10 താഴെ എക്കണോമിയിൽ ബോൾ എറിഞ്ഞ ഒരു ബോളർ ഉണ്ടായിരുന്നു, ഹർപ്രീത് ബ്രാർ. ആള് 4 ഓവറിൽ 35 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒമർ സായി 4 ഓവറിൽ 38 റൺസ് എടുത്തിട്ട് വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം പിടിച്ചാണ് ബോൾ എറിഞ്ഞത്. അതായത് നമ്മുടെ ഹർപ്രീത് ബ്രാറിന് ഒരു നല്ല കൂട്ടായിരുന്നു ഒമർ സായി. ചേസിംഗിന് ഇറങ്ങിയ പഞ്ചാബിന് സ്റ്റാർട്ടിംഗ് തന്നെ അത്ര നല്ലതായിരുന്നില്ല. കാരണം റിയാൻ ഷാരിയ ഫസ്റ്റ് തന്നെ പോയി ഡെക്ക് ആയിരുന്നു ഭുവനേശ്വർ കുമാറിന്റെ ബോളിൽ. അത് കഴിഞ്ഞ് ടീമിന്റെ ടോട്ടൽ 18 ആകുമ്പോഴേക്ക് തന്നെ പ്രപ്സിമ്രാനും പോയി. ഭുവനേശ്വർ തന്നെയാണ് അവിടെയും വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അധികം സമയം കളയാൻ തന്നെ അടുത്ത ഓവറിൽ തന്നെ ശ്രേയസ് അയ്യറും ഔട്ടായി. 19 3 എന്നുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പിന്നീട് കുറച്ചൊന്ന് കരകയറ്റിയത് ശരിക്കും നമ്മുടെ സൂര്യൻ ഷെഡ്ഗയും അതുപോലെ തന്നെ കൂപ്പർ കോൺലി ആയിരുന്നു. രണ്ടുപേരും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. ടീമിന്റെ ടോട്ടൽ 62 റൺസ് ആവുന്ന സമയത്താണ് 4ാമത്തെ വിക്കറ്റ്, അതായത് കൂപ്പർ കോൺലിയുടെ വിക്കറ്റ് പോകുന്നത്. 22 ബോളിൽ 37 റൺസാണ് ആൾ എടുത്തത്. 3 4ഉം 3 6 അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടും ഷെഡ്ഗയും അതുപോലെ സ്റ്റോയിനിസും കൂടി ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ ഷെഡ്ഗെ ഔട്ടായി. 22 ബോളിൽ 35 റൺസാണ് എടുത്തത്. 2 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 160 റൺസ് വരെ ഒരു ഗംഭീര പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയായിരുന്നു മാർക്കസ് സ്റ്റോയിനിസും ശശാങ്ക് സിംഗും കൂടി. അതായത് രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ബാറ്റ് ഫ്ലോയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഇവരിനി നിന്നിട്ടുണ്ടെങ്കിൽ കളി ജയിക്കും എന്നുള്ളൊരു സ്റ്റേജിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവർ രണ്ടുപേരുടെയും ബാറ്റിംഗ് ഉണ്ടായിരുന്നത്. 16 ഓവർ കഴിഞ്ഞ സമയത്ത് നമ്മുടെ മാർക്കസ് സ്റ്റോയിനിസ് ഹേസൽവുഡിന്റെ ഫുൾ ടോസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലൊരു ബോളായിരുന്നു, ലെങ്തിൽ വന്ന ബോളായിരുന്നു. അവിടെ LBWയിൽ ആൾ ഔട്ടായി. അതോടുകൂടി പഞ്ചാബിന്റെ പ്രതീക്ഷകളൊക്കെ അവിടെ തീരെയായിരുന്നു. പിന്നീട് ശശാങ്ക് സിംഗ് ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്ന്, പക്ഷെ എന്നാലും ശശാങ്ക് സിംഗിന് ആ ഒരു നല്ലൊരു പാർട്ട്ണർ കിട്ടാത്തതുകൊണ്ട്, അതായത് അടിക്കുന്ന രീതിയിൽ ഒരു പാർട്ട്ണറെ കിട്ടാത്തതുകൊണ്ടും ആ സമയത്ത് നല്ല നല്ല ബൗളേഴ്സ് എറിയുന്നുണ്ടും റൺസ് അധികം അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയില്ല. ലാസ്റ്റത്തെ ഓവറിലാണ് ഏകദേശം ശശാങ്ക് സിംഗ് ഔട്ട് ആവുന്നത്. എന്നാലും ശരിക്കും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന മാർക്കസ് സ്റ്റോയിനിസ് നല്ലൊരു ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. 25 ബോളിൽ 37 റൺസാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മാച്ചസിലൊക്കെ ക്യാച്ച് എടുക്കാത്തതിന്റെയും ബാഡ് ഫീൽഡിങ്ങിന്റെ പേരിൽ കുറെ പഴി കേട്ടിട്ടുള്ളത് നമ്മുടെ ശശാങ്ക് സിംഗ് ഇന്നലെ കുറച്ചൊന്ന്
ടീമിന് വേണ്ടിയിട്ട് നല്ലത് പറയിപ്പിച്ചു. 27 ബോളിൽ 56 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 4 4ഉം 4 6ഉം 207 ആണ് ആളുടെ സ്ട്രൈക്ക് റേറ്റ്. അതായത് ടീമിന്റെ അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ടീമിനൊന്ന് കരകയറ്റി ആ ഒരു വലിയ തോൽവിയിൽ നിന്ന് രക്ഷിച്ച ശരിക്കും ഇന്നലെ ശശാങ്ക് സിംഗ് തന്നെയായി. RCBയുടെ ബൗളേഴ്സിൽ സുയാഷ് ശർമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും 10-ൽ താഴെയായിരുന്നു എക്കണോമി പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ ഒരു കളി 23 റൺസിനെങ്കിലും ജയിക്കാൻ വേണ്ടി പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ റൺസ് കുറച്ചും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഈസി ആയിട്ട് പഞ്ചാബിന് ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ സുയാഷ് ശർമ്മയായിരുന്നു ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ്. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 50 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബോൾ ചെയ്ത് എല്ലാവർക്കും വിക്കറ്റ് ഇട്ടുണ്ടായിരുന്നു. കൃണാൽ പാണ്ഡ്യ ഒഴിച്ചു. റൊമാരിയോ ഷെപ്പേർഡ് ഒരു ഓവറെ ബോൾ ചെയ്തിട്ടുണ്ടെങ്കിലും 8 റൺ കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശരിക്കും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള ഇമ്പാക്ട് ബൗളർ, ഇമ്പാക്ട് ഫുൾ ബൗളർ എന്ന് തന്നെ പറയാം, റസീഖ് സലാം 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 36 റൺസ് കൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഇമ്പാക്ട് ആളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഹേസൽവുഡ് 4 ഓവറിൽ 36 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്ത സമയത്ത് നമ്മുടെ ഭുവനേശ്വർ കുമാർ, സ്വന്തം ഭുവി, 4 ഓവറിൽ 38 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഭുവിയുടെ ആ ഒരു 2 വിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് വിക്കറ്റ് ആണ്. കാരണം വെടിക്കെട്ട് ഓപ്പണേഴ്സിനെയാണ് ഔട്ടാക്കിയെങ്കിൽ സ്റ്റോയിനിസിനെ ഔട്ടാക്കിയ ആളായിരുന്നു ഹേസൽവുഡ്. അങ്ങനെ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്നലെ ശരിക്കും കംപ്ലീറ്റ്ലി തിളങ്ങിയത് RCB ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് RCB ഇന്നലെ ജയിക്കാൻ വേണ്ടി പറ്റിയത്. കാരണം ഇത്രയധികം ബൗളേഴ്സിനെ യൂസ് ചെയ്യും, ആ ബൗളേഴ്സിനൊക്കെ ഇമ്പാക്ട് കൊടുക്കാൻ പറ്റിയത്. കാരണം വെറുതെ IPL അല്ലെങ്കിൽ T20 എന്ന് പറയുന്ന സമയത്ത് റൺസ് പിടിച്ചൊക്കെ ചെയ്യണം, പക്ഷെ എന്നാലും വിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കറക്റ്റ് ആയിട്ട് ഓൺ ടൈമിൽ വിക്കറ്റുകൾ എടുക്കാൻ പറ്റിയതുകൊണ്ടാണ് RCBക്ക് ഇന്നലെ ജയിക്കാൻ വേണ്ടി പറ്റിയത്. ആ സ്ഥലത്ത് പഞ്ചാബിന്റെ ഭാഗത്തുള്ള ബൗളേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ ഒരു വിക്കറ്റ് എടുക്കുന്നതിൽ കുറച്ചൊരു പിശുക്ക് ഉണ്ടായിരുന്നു. വിക്കറ്റ് എടുക്കുന്നതിൽ, വിക്കറ്റ് റൺസ് കൊടുക്കുന്നതിൽ, വിക്കറ്റ് എടുക്കുന്നതിൽ ആ ഒരു പിശുക്ക് മാറ്റി വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നലെ പഞ്ചാബിന് ജയിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. എന്തായാലും പഞ്ചാബിന് ഇനിയും അഗ്നിപരീക്ഷ ബാക്കി കിടക്കുകയാണ്. കാരണം ഇത്ര മാച്ചസ്, അതായത് ലാസ്റ്റുള്ള അടുപ്പിച്ചുള്ള 5ഓ 6ഓ മാച്ച് തോറ്റിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ടോപ്പിൽ നിന്ന ടീമാണ് പഞ്ചാബ്. പക്ഷെ ഇപ്പം ഏകദേശം പ്ലേ ഓഫിലോ ഇല്ല, ഔട്ടായിട്ടും ഇല്ല, രണ്ടിന്റെയും ഇടയിൽ നിൽക്കുകയാണ്. പക്ഷെ ടൈറ്റ് കോമ്പറ്റീഷനാണ് നമ്മുടെ CSKയും അതുപോലെ RRും തമ്മിൽ. അപ്പൊ എന്തായാലും ഇവർ 3 പേരും ഒരു ടൈറ്റ് കോമ്പറ്റീഷനിൽ നിൽക്കുകയാണ് ആര് കയറണം എന്നുള്ളത്. ഇപ്പോഴും പഞ്ചാബിന്റെ സ്ഥാനം 4-മതാണെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അത് തെറിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്.